പരീക്ഷയ്ക്കായുള്ള പഠനത്തിനൊരുമിച്ചപ്പോഴാണ് നെൽകൃഷി എന്ന ആശയം യുവാക്കളിൽ മുളപൊട്ടിയത്. രാജാക്കാട്ടിലെ 1.5 ഏക്കർ പാടത്ത് കൃഷിയുമിറക്കി. അക്ഷയ ഇനത്തിൽപ്പെട്ട നെല്ലാണ് വിതച്ചത്. 8 ക്വിന്റലോളം ഉൽപാദനവും നേടാനായി. കൃഷി എന്ന് പറയുന്നത് ഒരു അന്യം നിന്ന് പോകുന്ന ഒരു കാര്യമായതുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് ഞങ്ങളുടെ മുന്നേ ഉണ്ടായിരുന്ന ആളുകളും പഞ്ചായത്തിൽ നിന്നുള്ള സഹകരണം വളരെയധികം ഉണ്ടായിരുന്നു. പഞ്ചായത്ത് മെമ്പർമാർ, പ്രസിഡന്റ്, ഇവരെല്ലാം സഹകരണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാം ഞങ്ങൾ ബാക്കപ്പ് ചെയ്തിരുന്നു നല്ലോണം. ഇതിൽ നിന്നൊരു നഷ്ടം വന്നാലും ഞങ്ങൾക്ക് വേണ്ട സഹകരണങ്ങളെല്ലാം ചെയ്തു തരാമെന്നൊരു ഉറപ്പ് നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെന്തായാലും ഒരു കൈ നോക്കാം, അപ്പം നമുക്ക് കൃഷി ചെയ്തുകൊണ്ട് അതിൽ നിന്നൊരു ലാഭം ഉണ്ടാക്കി ചെയ്യാവുന്നൊരു കാര്യം കൂടി ഇതിനകത്തുണ്ടായിരുന്നു. ശാന്തൻപാറ കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിന്റെയും കൃഷി വകുപ്പിന്റെയും പഞ്ചായത്തിന്റെയും സഹകരണത്തോടെയായിരുന്നു നെൽകൃഷി ഇറക്കിയത്. PSC റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ച 12 യുവാക്കളുടെ കൂട്ടായ്മയായ യുവ സ്വയം സഹായ സംഘമാണ് കൃഷിക്ക് പിന്നിൽ. വരും വർഷങ്ങളിൽ തരിച്ചായി കിടക്കുന്ന കൂടുതൽ പാടത്തേക്ക് കൃഷി വ്യാപിപ്പിക്കാനാണ് ഇവരുടെ പദ്ധതി. മാതൃഭൂമി ന്യൂസ്, കുമളി. നന്ദുഷയാണ് ഇവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് കൂടുതൽ പറഞ്ഞു തരുന്നത്. നന്ദു, ജോലിക്കായുള്ള കാത്തിരിപ്പാണ്, അതിനിടയിൽ ചെയ്യുന്ന ഈ പ്രവൃത്തി അത് നല്ല കാര്യമാണല്ലേ? നാളെയുടെ ജനസേവകരാകേണ്ടവർ ഇന്ന് തന്നെ നന്മയുടെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മണ്ണിൽ ചവിട്ടി നിന്ന് കൃഷി ചെയ്യുന്ന ഒരു നല്ല മാതൃകയാണ് ഇടുക്കി രാജാക്കാട്ട് നിന്ന് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. അക്ഷയ ഇനത്തിൽപ്പെട്ട നെൽകൃഷിയാണ് 1.5 ഏക്കറോളം വരുന്ന സ്ഥലത്ത് ഇവർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വിളവെടുപ്പും ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. 100 മേനി കൊയ്ത്ത് എന്ന് തന്നെ നമുക്ക് പറയാം. എത്രയൊക്കെ ആയാലും കൃഷിയുടെ വിജയത്തേക്കാൾ ഉപരി അത്തരമൊരു ആശയത്തിലേക്ക്, അത്തരമൊരു പ്രവൃത്തിയിലേക്ക് അവരെ എത്തിച്ച അവരുടെ ചിന്തകളെ നമ്മളെപ്പോഴും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടിയിരിക്കുന്നു. കാരണം 12 പേരുടെ ഒരു കൂട്ടായ്മയാണ് ഇത്തരത്തിൽ PSC പഠിക്കാനായി ഒരുമിച്ച് ഒത്തുകൂടിയത്. അപ്പോൾ അവരുടെ പഠനം പുരോഗമിക്കുന്നതിനിടയിൽ കൃഷി വിജ്ഞാന കേന്ദ്രയിൽ നിന്നും ഒരു പ്രതിനിധി എത്തുകയും ഈ യുവാക്കളുടെ കൂട്ടായ്മ കണ്ടിട്ട് അവരോട് ഈ ഒരു സ്വയം സഹായ സംഘം രൂപീകരിച്ചാൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ കൃഷി വിജ്ഞാന കേന്ദ്രയുടെയും കൃഷി വകുപ്പിൻ്റെയും ഒക്കെ സഹായത്തോടെ കൃഷി ഇറക്കാനുള്ള ഒരു സഹായം കിട്ടുമെന്നും അതിനുള്ള ഒരു അവസരം ഒരുങ്ങുമെന്നും ഈ യുവാക്കളോട് അറിയിക്കുകയുണ്ടായി. യാതൊരു മടിയും കൂടാതെ അവർ ആ ദൗത്യം ഏറ്റെടുത്തു. ഉടൻ തന്നെ തരിച്ചു കിടന്ന 1.5 ഏക്കർ സ്ഥലത്ത് ഇവർ കൃഷി ഇറക്കുകയായിരുന്നു. ഹൈറേഞ്ചിൽ നമുക്കറിയാം ഏലവും തേയിലയും മറ്റ് നാണ്യവിളകളും ഒക്കെ തന്നെ ഇപ്പോൾ അധികം കൃഷി ചെയ്തു വരുന്നത്. എന്നാൽ നെൽകൃഷിയുടെ മണ്ണിനെ അറിയുന്നവർ, ഇങ്ങനെ നല്ല പ്രവൃത്തി ചെയ്യുന്നവരൊക്കെ ജോലി നേടി നമ്മുടെ സർക്കാർ സംവിധാനത്തിലൊക്കെ വരട്ടെ അല്ലേ?